ഹലോ വെൽക്കം ടു ന്യൂമിക്സ് ലേണിംഗ്സ്. ഞാൻ അഫീഫ് അലി പി ടി. പ്രിയപ്പെട്ട കുട്ടികളെ, ഡിസംബർ 15-ാം തീയതി ആരംഭിക്കുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാമിൽ മാത്സിൽ എന്നോട് പല കുട്ടികളും ആവശ്യപ്പെട്ടതാണ്, സാറെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ, ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് A+ ക്വസ്റ്റ്യൻസ് ചെയ്തു തരുമോ എന്ന്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ത്രികോണമിതി അഥവാ ട്രിഗണോമെട്രി. പ്രത്യേകിച്ച് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മക്കൾ അതിൽ നിന്നും നിർബന്ധമായിട്ട് പ്രതീക്ഷിക്കണം. അതുകൊണ്ട് ആ ചാപ്റ്റർ ഫുള്ള് സെറ്റായിട്ടേ നിങ്ങൾ എക്സാമിന് പോകാവൂ. അപ്പോൾ ആ ചാപ്റ്ററിലെ കുറച്ച് A+ ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു 3 A+ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ സെറ്റായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ തന്നെ കൂടണം. നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു പേനയും പേപ്പറും സ്കെയിലും പെൻസിലും പുസ്തകങ്ങളൊക്കെ എടുക്കണം. റെഡിയാണോ? സെറ്റല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? എടാ, ഞാനിതിൻ്റെ മലയാളം കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഗോപി ആൻഡ് ഗൗതം. ഗോപി ഉണ്ട്, അതുപോലെ ഗൗതമും ഉണ്ട് അല്ലെ. ഗോപി ആൻഡ് ഗൗതം സ്റ്റാൻഡ്സ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്. അവർ രണ്ടും ഇങ്ങനെ എതിർവശത്താണ്. ഒരാൾ മറ്റൊരു ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ടവർ. എടാ, ഒരു ടവറിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഒരാൾ ഇപ്പുറത്താണെങ്കിൽ ഒരാൾ അപ്പുറത്താണ് നിൽക്കുന്നത്. ദേ സീ ദി ടോപ്പ് ഓഫ് എ ടവർ അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 36 ഡിഗ്രി ആൻഡ് 52 ഡിഗ്രി. അങ്ങനെ അതിലൊരാള് ആ ടവറിന്റെ മുകൾ 36 ഡിഗ്രി മേൽക്കോണിലും ആംഗിൾ ഓഫ് എലിവേഷൻ, അതുപോലെ 52 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനും കാണുന്നുണ്ട്, മേൽക്കോണിലും കാണുന്നുണ്ട്. Then the distance between ഗോപി ആൻഡ് ഗൗതം. എടാ, ഗോപിയുടെയും ഗൗതമിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 60 മീറ്റർ. Then find the height of the tower. അങ്ങനെയാണെങ്കിൽ ആ ടവറിന്റെ നീളമാണ് കാണുന്നത്. എടാ, നിങ്ങളൊന്ന് നോക്കിക്കേ. എടാ, ഒരു ടവർ ഉണ്ട്, ഇതാണ് ആ ടവർ എന്ന് വിചാരിച്ചു. ഈ ടവറിന്റെ ഈ സൈഡിൽ ഗോപി ഉണ്ട്, ഈ സൈഡിൽ ആരുണ്ട്? ഗൗതമുണ്ട്. ഒരാള് 36 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ മേൽക്കോണിലും മറ്റാള് 52 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലുമാണ് ഈ ടവറിന്റെ മുകൾ ഭാഗം നോക്കുന്നത്. ഇനി ഇവിടെയുള്ള ഗോപിയുടെയും ഇവിടെയുള്ള ഗൗതമിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് അത് എത്രയാണ്? 60 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ. ആ ടവറിന്റെ ഉയരമാണ് നമുക്ക് കാണേണ്ടത്. എടാ, ടാൻ 36ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ടാൻ 52ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സെറ്റ് അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇതിനാദ്യം നമ്മൾ ഒരു സാങ്കല്പിക ചിത്രം വരയ്ക്കണം. അത് നിർബന്ധമാണ്. അപ്പൊ എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിച്ചേ, നമ്മളിവിടെ ഒരു സാങ്കല്പിക ചിത്രം വരയ്ക്കാൻ പോവാണ്. ഓക്കെ, നല്ല സെറ്റായിട്ട് നമ്മളൊരു സാങ്കല്പിക ചിത്രം വരയ്ക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോ. എടാ, ഒരു ടവർ ഉണ്ട്, ഇതാണ് ടവർ എന്ന് വിചാരിച്ചോ. ഓക്കെ, ഈ ടവറിന്റെ രണ്ടറ്റത്തിലെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ആര് നിൽക്കുന്നുണ്ട്? 2 ആളുകൾ. ഒന്ന് ഗോപി നിൽക്കുന്നുണ്ട്, ഒന്ന് ആര് നിൽക്കുന്നുണ്ട്? ഗൗതം നിൽക്കുന്നുണ്ട്. പേരെന്തോ ആയിക്കോട്ടെ അല്ലെ. ഇനി ഒന്ന് ശ്രദ്ധിച്ചോ. ഇനി ഇവിടെ നിൽക്കുന്ന ആള് ഇതിന്റെ മുകളറ്റം കാണുന്നുണ്ട്, അതേപോലെ ഇവിടെ നിൽക്കുന്ന ആള്, എടാ ശ്രദ്ധിച്ചേ, ഇവിടെ നിൽക്കുന്ന ആളും ഇതിന്റെ മുകളറ്റം കാണുന്നുണ്ട്. നന്നായിട്ട് നോക്കുക. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ചിത്രം. ഇനി നോക്കിക്കോ, നന്നായിട്ട് ശ്രദ്ധിച്ചോ. നമ്മുടെ കയ്യിലുള്ള ചിത്രം നന്നായിട്ട് ശ്രദ്ധിച്ചോ. എടാ, ഇവിടെയാണ് ഗോപി നിൽക്കുന്നത് എന്ന് വിചാരിച്ചോ, ഇവിടെയാണ് ഗൗതം നിൽക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചോ. ഓക്കെ, ഇവിടെയുള്ള ആള് ഇതിന്റെ ടവറിനെ നോക്കുന്നത് 52 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ്. ഇവിടെയുള്ള ആള് നോക്കുന്നത് എത്ര ഡിഗ്രിയിലാണ്? 36 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ മേൽക്കോണിലാണ്. ഇനി നമുക്ക് കാണാനുള്ള ടവർ ഇതാണ്. നമ്മുടെ ടവർ, ഈ ടവറിന്റെ ഉയരം കാണണം. അതിന് നമ്മൾ H എന്ന് കൊടുത്തു. ടവറിന്റെ ഉയരത്തിന് നമ്മൾ എന്ത് കൊടുത്തു? H എന്ന് കൊടുത്തു. ഇനി നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഗോപിയും അതുപോലെ ഗൗതമും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 60 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര കൊടുത്തു? 60 മീറ്റർ. എങ്ങനെ? ഇവിടുന്ന് ഇങ്ങോട്ടുമുള്ള ഡിസ്റ്റൻസ് ആണ് എത്ര? 60. നന്നായിട്ട് ശ്രദ്ധിച്ചോ. എടാ, ഒരു ടവർ, ആ ടവറിന്റെ 2 ഓപ്പോസിറ്റ് സൈഡിലായിട്ട് 2 ആള് നിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ ആള് ടവറിന് 52 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ 52 ഡിഗ്രി മേൽക്കോണിലും, രണ്ടാമത്തെ ആള് 36 ഡിഗ്രി മേൽക്കോണിലും ഈ ടവറിനെ നോക്കി. ഇനി ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് 60 മീറ്റർ ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് ഈ ടവറിന്റെ നീളമാണ്. നമുക്ക് കാണേണ്ടത് എന്താ? ടവറിന്റെ നീളം. അപ്പോൾ ഇത് ടോട്ടൽ 60 ആണ്. ഈ സൈഡിൽ ഞാൻ X ആണ് കൊടുത്തു.
ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളത്തിന് എന്ത് കൊടുത്തു? എക്സ് കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവുക? 60 - x ആണ്. സെറ്റ് ആണോ? ക്ലിയർ ആണോ? എന്താ നമ്മൾ ചെയ്തത്? എടാ ഇത് മുതൽ ഇതുവരെ ഇത് ടോട്ടൽ നീളം എത്രയാണ്? 60. ഈ ഭാഗത്തിന് ഞാൻ എക്സ് കൊടുത്താൽ പിന്നെ ഈ ഭാഗത്തേ ഉണ്ടാവുള്ളൂ. ടോട്ടൽ 60-ൽ നിന്നും ഈ എക്സ് പോയതേ ഇപ്പുറത്ത് ഉണ്ടാവുള്ളൂ. റെഡിയാണോ? ഈ ചിത്രം വരച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഈ ചിത്രം വരച്ചാൽ എന്റെ മക്കൾക്ക് 1 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഇനി ബാക്കി നമ്മൾ കാണണം. ഇനി ഒന്ന് നോക്കിക്കേ, നമുക്ക് കാണേണ്ടത് ഈ ടവറിന്റെ നീളമാണ്. ഈ ടവറിന്റെ നീളം കാണാൻ ഇവിടെ ഒരു 52 ഡിഗ്രി ഉണ്ട്, ഇവിടെ ഒരു 36 ഡിഗ്രി ഉണ്ട്. ഈ 52 ഡിഗ്രിയുടെ എതിർവശമാണ് ഉയരം. ഈ 52 ഡിഗ്രിയുടെ സമീപവശം അഡ്ജസെന്റ് സൈഡും നമുക്കറിയാം. എടാ എതിർവശം കാണണം, ഓപ്പോസിറ്റ് സൈഡ് കാണണം. അഡ്ജസെന്റ് സൈഡ് സമീപവശം നമുക്കറിയാം. ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസെന്റ് സൈഡ്, എതിർവശം, സമീപവശം. അപ്പൊ നമ്മൾ എടുക്കേണ്ട സമവാക്യം, നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഏതാന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഏതാ? നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ടാൻ ആണ്. അപ്പൊ നമ്മൾ അടുത്തതായി എടുക്കാൻ പോകുന്നത് ടാൻ 52 ഡിഗ്രി. എടാ ടാൻ 52 ഡിഗ്രി എത്രയാ? 52 ഡിഗ്രിയുടെ എതിർവശം, 52 ഡിഗ്രിയുടെ എതിർവശം എത്രയാണ്? h ബൈ 52 ഡിഗ്രിയുടെ സമീപവശം അഡ്ജസെന്റ് സൈഡ് എത്രയാണ്? 60 - x. ഇവിടുന്ന് നമുക്ക് കാണേണ്ടത് എന്താ? ഹൈറ്റ് ആണ്. നമുക്ക് കാണേണ്ടത് എന്താണ്? ഹൈറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ h സമം ടാൻ 52ന്റെ വാല്യൂ 1.28 ഇൻറ്റു 60 - x ആണ്. ക്ലിയർ ആണോ? എടാ എന്താ നമ്മൾ ചെയ്തത്? ഈ 60 - x ഇപ്പുറത്തേക്ക് കൊടുക്കുന്നു. അപ്പൊ ഡിവൈഡഡ് ബൈ 60 - x ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി? ടാൻ 52 ഇൻറ്റു 60 - x. എടാ ടാൻ 52ന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 1.28 ഇൻറ്റു 60 - x. എടാ അടുത്തതെന്ന് പറഞ്ഞേ, അടുത്തത് എന്താ? h സമം 1.28 ഇൻറ്റു 60 മൈനസ് 1.28 ഇൻറ്റു എക്സ്. റെഡിയാണോ? എടാ റെഡിയാണോ? ഇനി അടുത്ത സ്റ്റെപ്പിൽ ഒന്ന് നോക്കിക്കേ. 1.28 ഇൻറ്റു 60 നമുക്ക് ചെയ്യേണ്ടത് എന്താ? 1.28 ഇൻറ്റു 60. അത് മക്കളൊന്ന് ഗുണിച്ചിട്ടൊന്ന് പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. എടാ 1.28 ഇൻറ്റു 60 അത് നമ്മളെങ്ങനെ ഗുണിക്കാം? ആദ്യം ഇത് പോയിന്റ് ഇല്ല എന്ന് വിചാരിക്കുക. ഇവിടെ 60 കൊണ്ടാണ് ഗുണിക്കുക. ഇവിടെ അവസാനം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? പോയിന്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം 76.6 കിട്ടും. നമുക്ക് ഉത്തരം എത്ര കിട്ടും? 76.8. 6 നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ്? 76.8 മൈനസ് 76.8 മൈനസ് 1.28x. 1.28x. റെഡി? അപ്പോ ഇനി നമുക്ക് ഇതാണ് നമുക്ക് എച്ച് ഒന്നാമത്തെ ഒരു ഇക്വേഷൻ കിട്ടി. എച്ച് കാണാൻ നമുക്ക് ഒന്നാമത്തെ ഒരു ഇക്വേഷൻ കിട്ടി. റെഡിയാണോ? എടാ റെഡിയാണോ? അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് ഒന്നുകൂടി കാണണം. ഇവിടെ വേറൊരു എച്ച് കൂടി ഉണ്ട്, അതും കൂടി കാണണം. എന്താ വേറൊരു എച്ച്? എന്താ? എടാ ഇവിടെ 36 ഡിഗ്രി ഉണ്ട്. 36 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് എച്ച്. 36 ഡിഗ്രിയുടെ അഡ്ജസെന്റ് സൈഡ് സമീപവശമാണ് എന്ത്? എക്സ്. അപ്പൊ അവിടുന്ന് നമ്മൾ ടാൻ എടുക്കാൻ പോവാ. നമ്മൾ അവിടെ എടുക്കുന്നത് ഏതാണ്? ടാൻ 36 ഡിഗ്രി സമം ടാൻ 36 എന്താ? എടാ എതിർവശം എത്രയാണ്? എച്ച് ആണ്. ബൈ സമീപവശം എത്രയാണ്? എക്സ് ആണ്. നമുക്ക് കാണേണ്ടത് എച്ച് സമം ടാൻ 36 ഇൻറ്റു എക്സ്. എച്ച് സമം കാണുന്നുണ്ടല്ലോ ടാൻ 36 ഇൻറ്റു എക്സ്. ടാൻ 36 ഇൻറ്റു എക്സ്. ടാൻ 36ന്റെ വാല്യൂ എത്രയാണ്? 0.72 എക്സ്. അപ്പൊ നമുക്ക് എക്സിന് 2 വാല്യൂ കിട്ടി. എന്റെ മക്കളെ നോക്കിക്കേ, എക്സിന് 2 വാല്യൂ കിട്ടി. ഒന്നാമത്തെ വാല്യൂ എന്താ? എക്സിനല്ല എച്ചിന് നമുക്ക് 2 വാല്യൂ കിട്ടി. എത്രയാ? 76.8 മൈനസ് 1.28 എക്സ്. അത് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. എടാ ഇത് 2 ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് എന്താണ്? എച്ച് ആണ്, ഉയരമാണ്, ടവറിന്റെ ഉയരമാണ്. അപ്പൊ ഈ 2 ഇക്വേഷനെയും നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോവാണ് അടുത്ത പേജിൽ. ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? 76.8 മൈനസ് 76.8 മൈനസ് കാണുന്നുണ്ടല്ലോ 76.8 മൈനസ് 1.28 എക്സ് is equal to എടാ അടുത്ത എച്ച് എത്രയാണ്? 0.72 എക്സ്. ക്ലിയർ ആണോ? എന്താ ചെയ്തത്? എടാ ഇതും എച്ച് ആണ്, ഇതും എച്ച് ആണ്. അപ്പൊ 2 എച്ച് എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ അത് രണ്ടും തുല്യമായിട്ട് എഴുതി. ഇനി 76.8 അവിടെ തന്നെ നിർത്തി. സമം 0.72 എക്സ് അവിടെ ഉണ്ട്. 0.72 എക്സ് അവിടെ ഉണ്ട്. ഇനി
ഇവിടെയുള്ള -1.28 അവിടെ പോയാൽ +1.28 എക്സ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ 76.8 സമം എടാ ഈ 0.72 പ്ലസ് 1.28 അതെത്രയാണ്? 2 ആണ്, 2x. അങ്ങനെയാണെങ്കിൽ എക്സ് സമം പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ എക്സ് സമം 76.8/2 എക്സ് സമം എടാ 76.8ന്റെ പകുതി എത്രയാണ്? 768ന്റെ പകുതി നോക്കിയാൽ മതി. 768ന്റെ പകുതി എത്രയാണ്? 38.4. ഒന്ന് ശ്രദ്ധിച്ചേ, 38.4. ഇപ്പൊ കിട്ടിയത് എന്താ? എക്സിന്റെ വാല്യൂ. ടവറിന്റെ ഉയരമാണോ നമുക്ക് കിട്ടിയത്? ടവറിന്റെ ആണോ? അല്ല, നമുക്ക് കിട്ടിയത് എന്താണ്? എക്സിന്റെ വാല്യൂ ആണ്. നമുക്ക് കാണേണ്ടത് ടവറിന്റെ നീളമാണ്. ടവറിന്റെ ഉയരം കാണാൻ എന്താണ്? 0.72 എക്സ്. അത് നമ്മൾ ഡയറക്റ്റ് ഇവിടെ കൊടുക്കാണ്. എന്ത്? എച്ച് സമം 0.72 ഇൻറ്റു എക്സിന് പകരം എത്ര കൊടുത്തു? 38.4 കൊടുത്തു. 0.72 ഇൻറ്റു 38.4 ചെയ്താൽ എത്ര കിട്ടും? 27.6 കിട്ടും. 27.6 നമുക്ക് കിട്ടും. റെഡിയാണോ? എത്രയും എന്താണ്? മീറ്റർ ആണ്. എടാ ഒന്നുകൂടി പറയാം, നന്നായിട്ട് ശ്രദ്ധിച്ചോ. നമ്മുടെ കയ്യിൽ ഒരു ടവർ, ഈ ടവറിന്റെ അറ്റത്ത് 2 ആളുകൾ. ആ 2 ആളിൽ ഒന്നാമത്തെ ആൾ 52 ഡിഗ്രി മേൽക്കോൺ ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കി, രണ്ടാമത്തെ ആൾ 36 ഡിഗ്രി മേൽക്കോണിൽ നോക്കി. ഇനി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 60 ആണ്. അങ്ങനെയെങ്കിൽ ടവറിന്റെ ഉയരം എത്ര എന്നാണ് ചോദിച്ചത്. അപ്പൊ ഈ ഭാഗത്തിന് ഞാൻ എക്സ് കൊടുത്താൽ ഈ ഭാഗം എത്രയായിരിക്കും? 60 - x ആയിരിക്കും. എത്രയായിരിക്കും? 60 - x ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്തൊന്ന് നോക്കിക്കേ. ഇനി നമ്മൾ എന്താ ചെയ്തത്? ഇവിടുന്ന് tan 52 എടുത്തു. tan 52 എന്താ? എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. എന്താ? 76.8 - 1.28x. എന്ത്? എച്ച് കാണാനുള്ള ഒന്നാമത്തെ ഇക്വേഷൻ ഇതാ ഈ ഭാഗത്ത് നിന്ന് കിട്ടി. ഇനി ഇതേപോലെ അപ്പുറത്തൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് നിന്ന് നമ്മൾ 36 tan 36 എടുക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. എടാ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തേത് കിട്ടി. എത്രയാണ്? 0.72x. ഇവിടെ എച്ച് കാണാൻ ഒരേപോലത്തെ 2 ഇക്വേഷൻ കിട്ടി. എടാ 2 ഇക്വേഷൻ വെച്ച് ചെയ്താലും എച്ച് എന്ന് പറയുന്നത് ഒന്നല്ലേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ആ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. എത്രയാണ്? 38.4 മീറ്റർ. അതാണ് എക്സ്. നമുക്ക് കാണേണ്ടത് എക്സ് ആണോ? നമുക്ക് കാണേണ്ടത് എക്സ് ആണോ? അല്ല, നമുക്ക് കാണേണ്ടത് എന്താണ്? ഹൈറ്റ് ആണ്. അങ്ങനെയെങ്കിൽ എച്ച് സമം എത്രയാണ്? 0.72 ഇൻറ്റു എക്സ് ആയിരുന്നു. ആ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? ഇവിടെ കിട്ടിയ വാല്യൂ 38.4 കൊടുത്തപ്പോൾ 27.65 മീറ്റർ. എടാ അങ്ങനെയാണെങ്കിൽ ഈ ടവറിന്റെ ഉയരം എത്രയാണ്? ഒന്ന് പറഞ്ഞേ. 27.65 മീറ്റർ ആണ്. സെറ്റാണോ? റെഡിയാണോ? ക്ലിയർ അല്ലേ? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അത് ഒന്നുകൂടി നന്നായിട്ട് എന്റെ മക്കളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്കൊന്ന് പോവാം. എന്താ ക്വസ്റ്റ്യൻ? ഒന്ന് നോക്കിക്കേ. എ മാൻ 1.75 meter tall standing at the foot of the tower sees the top of the hill 40 meter away at an elevation 60 degree. On climbing to the top of the tower, he sees the top of the hill at an angle of elevation 50 degree. Compute the height of the hill and the tower. എന്താ സംഭവം? ഒരാള് 1.75 മീറ്റർ ഉയരമുള്ള ഒരാള് ഒരു ടവറിന്റെ താഴ്ഭാഗത്ത് നിന്ന് 40 മീറ്റർ അപ്പുറത്തുള്ള ഒരു കുന്നിന്റെ മുകൾ ഭാഗം 60 ഡിഗ്രി മേൽക്കോണിൽ ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കുന്നു. ഇതേ ആള് തന്നെ ടവറിന്റെ മേലെ കയറിയിട്ട് ഇതേ കുന്നിനെ തന്നെ എത്ര ഡിഗ്രിയിലാണ്? 50 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കുന്നു. അങ്ങനെയെങ്കിൽ ടവറിന്റെ ഉയരം എത്ര? ഹില്ല് കുന്നിന്റെ ഉയരം എത്ര? ഇങ്ങനെ ഒരാള് ഒരു ടവറിന്റെ ചുവട്ടിൽ നിന്നും 40 മീറ്റർ അപ്പുറത്തുള്ള ഒരു കുന്ന് അതിനെ 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കുന്നു, 60 ഡിഗ്രി മേൽക്കോണിൽ നോക്കുന്നു. ഇതേ ആള് തന്നെ ആ ടവറിന്റെ മുകളിൽ നിന്ന് ഇതേ കുന്നിനെ 50 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് കാണേണ്ടത് ടവറിന്റെ ഹൈറ്റും കാണണം, അതേപോലെ ഹില്ല് കുന്നിന്റെ ഹൈറ്റും കാണണം. റെഡി അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സാങ്കല്പിക ചിത്രം വരയ്ക്കണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു സാങ്കല്പിക ചിത്രമാണ്. എന്റെ മക്കളൊന്ന് നോക്കിക്കേ. എടാ ഒരാൾ, ഇതാണ് ആളെന്ന് വിചാരിച്ചു. ഒരാൾ, ഇയാള് 40 മീറ്റർ അപ്പുറത്ത്, നന്നായിട്ട് ശ്രദ്ധിച്ചു,
ഇയാളെ 40 മീറ്റർ അപ്പുറത്ത്, ഇത്ര വലിപ്പം വേണ്ടല്ലേ, ഇയാളെ 40 മീറ്റർ അപ്പുറത്തുള്ള ഒരു കുന്ന് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കുന്ന ആയിട്ട് എടുക്കുന്നത് നമ്മൾ എന്ത് തന്നെയാണ്, ഒരു വര തന്നെയാണ് അല്ലെ. ഈ കുന്ന് ഇയാള് എങ്ങനെയാണ്, ഈ കുന്നാവും വലിയ കുന്ന്, ഈ കുന്ന് ഇയാൾ എത്ര ഡിഗ്രി മേൽക്കോണിലാണ് നോക്കുന്നത്, 60 ഡിഗ്രി മേൽക്കോണിലാണ്. എടാ നമ്മൾ പഠിച്ചിട്ടുണ്ട് മേൽക്കോണ് കീഴ്ക്കോണൊക്കെ നമ്മൾ എടുക്കുമ്പോൾ, നന്നായിട്ടൊന്ന് പറഞ്ഞേ, മേൽക്കോണ് കീഴ്ക്കോണൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ആദ്യം എന്ത് വരയ്ക്കണം, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. അപ്പൊ ഇതാണ് ആള്, ഇയാൾ ആദ്യം ഒന്ന് നേരെ നോക്കും, എന്ത് ചെയ്യും, നേരെ നോക്കും. എന്നിട്ടാണ് അയാൾ എവിടേക്ക് നോക്കുക, എടാ മുകളിലേക്ക്. എന്നിട്ട് ഇതാ ഇതിന്റെ മുകളിലേക്ക് അയാൾ എത്ര ഡിഗ്രി മേൽക്കോണിൽ നോക്കി ഒന്ന് പറഞ്ഞേ. എടാ അയാൾ എത്ര ഡിഗ്രി മേൽക്കോണിലാണ് നോക്കുന്നത്, 60 ഡിഗ്രി മേൽക്കോണിലാണ് നോക്കുന്നത്. ശ്രദ്ധിച്ചോ, അപ്പൊ ഇവിടുന്ന് അയാൾ ഇങ്ങനെ നോക്കാണ് ഇതിന്റെ മേലേക്ക്, എത്ര, 60 ഡിഗ്രി മേൽക്കോണിൽ. നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഇനി പറയുന്നത് ശ്രദ്ധിച്ചോ, ഇതാണ് നമ്മുടെ ആള്. ഇയാള് 40 മീറ്റർ അപ്പുറത്തുള്ള ഒരു കുന്ന്, ഇതാണ് ആ കുന്ന് എന്ന് വിചാരിച്ചോ, വിചാരിക്കാൻ വേറെ നിവൃത്തിയൊന്നുമില്ല. ഓക്കെ, ഇതാണ് കുന്ന്. ഈ കുന്നിനെ അയാള് 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കുന്നുണ്ട്. ഇയാളെ ഉയരം തന്നിട്ടുണ്ട്, എത്രയാണ്, 1.75 മീറ്റർ ആണ്. ഇയാളുടെ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഗ്യാപ്പ് എത്ര തന്നിട്ടുണ്ട്, 40 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ കുന്നിന്റെ ഹൈറ്റ് ആണ് കാണുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, കുന്നിന്റെ ഹൈറ്റ്. ആദ്യം നമുക്ക് അത് ചെയ്യാം, ബാക്കി പിന്നെ നോക്കാം. റെഡി? അപ്പൊ നമ്മളിതൊന്ന് അടയാളപ്പെടുത്തുകയാണ്. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് അടയാളപ്പെടുത്തുകയാണ്. എടാ ഇയാളുടെ ഹൈറ്റ് എത്രയാണ്, 1.75 മീറ്റർ ആണ്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 40 മീറ്റർ ആണ്. ഇയാൾ നോക്കുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എത്ര ഡിഗ്രിയാണ്, 60 ഡിഗ്രിയാണ്. സെറ്റാണോ? ഇത്രയും കാര്യങ്ങൾ സെറ്റാണോ? റെഡി? എടാ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടം മുതൽ ഇവിടം വരെ 40 ആണെങ്കിൽ ഈ ഗ്യാപ്പും എത്ര തന്നെയായിരിക്കും, 40 തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം, ഇവിടെയും എത്ര മീറ്റർ ആണ്, 40 മീറ്റർ ആണ്. ഇനി എടാ ഇയാളുടെ ഹൈറ്റ് 1.75 ആണെങ്കിൽ ഈ ഹൈറ്റും എത്ര തന്നെയായിരിക്കും, മക്കളൊന്ന് പറഞ്ഞേ, ഈ ഹൈറ്റും എത്രയായിരിക്കും, 1.75 ആയിരിക്കും. സെറ്റാണോ? ഇനി ഈ കോൺ എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. ഇത് 60 ആണെങ്കിൽ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും, 30 ഡിഗ്രി. ഇത്രയും ഭാഗം സെറ്റാണോ? ഒന്നുകൂടി പറയാം. നമ്മുടെ കയ്യിൽ ഒരു മനുഷ്യൻ, അയാളുടെ ഉയരം 1.75 മീറ്റർ ആണ്. അയാൾ 40 മീറ്റർ അപ്പുറത്തുള്ള ഒരു കുന്ന്, അത് 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ, 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. അങ്ങനെയെങ്കിൽ ഇത് 40 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും, 40 ആയിരിക്കും. എടാ ഇതിന്റെ ഉയരം 1.75 ആണെങ്കിൽ ഈ ഉയരവും എത്രയാണ്, 1.75 ആണ്. റെഡിയാണോ? അങ്ങനെയെങ്കിൽ ഇത് 60 ആണെങ്കിൽ ഇവിടെ എത്ര കിട്ടി, 30 കിട്ടി. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണല്ലോ. ഇനി ഈ ത്രികോണം ഒന്ന് നോക്കിക്കേ. ഈ ത്രികോണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് 30:60:90 ആണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്നാ 30:60:90 ആണ് ഇതിന്റെ അംശബന്ധം. അങ്ങനെയെങ്കിൽ ഇതിന്റെ കോണുകൾ 30:60:90 ആണെങ്കിൽ വശങ്ങൾ എത്രയായിരിക്കും, 1:√3:2. എന്താണ് ഇതിനർത്ഥം? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഒന്നാണെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും, 2. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും, 3. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളൊന്ന് പറഞ്ഞേ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 40 ആണെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും, 80 ആയിരിക്കും. 40 ഇരട്ടി 80 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ്, 40√3. അതായത് ഈ കാണുന്ന ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഉയരം എത്രയാണ്, 40√3 ആയിരിക്കും. സെറ്റാണോ? അപ്പൊ നമ്മൾ കാണാണ് 40√3 എത്രയാണ്. അപ്പൊ ഇതിന് നമുക്കൊരു പേര് കൊടുക്കാം. ABCDE. അല്ലല്ലോ, ABCD. നമുക്കിപ്പോ AB-യുടെ ലെങ്ത് ആ കിട്ടിയത്. AB സമം, എടാ AB-യുടെ ലെങ്ത് എത്ര കിട്ടിയത്, AB-യുടെ ലെങ്ത് 40√3. എന്താ 40√3 എന്ന് പറഞ്ഞാൽ 40 × √3. എടാ 40 × √3 എന്ന് പറഞ്ഞാൽ 40 × √3ന്റെ വാല്യൂ 1.73 ആണ്. അപ്പൊ AB സമം 40 × 1.73 എത്ര കിട്ടുക, നമുക്ക് 69.2 ആണ് കിട്ടുക. ഇതിന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലായത് എന്താ, AB-യുടെ നീളം ഒന്ന് പറഞ്ഞേ. AB-യുടെ നീളമാണ് എന്ത്, 69.2. നമ്മളോട് AB-യുടെ നീളാണോ ചോദിച്ചത്? അല്ല, കുന്നിന്റെ നീളാണ്. കുന്നിന്റെ നീളം കാണാൻ. എടാ കുന്നിന്റെ നീളം എന്നില്ല, ഇപ്പൊ ഇംഗ്ലീഷ് പറയാം, ഹൈറ്റ് ഓഫ് ദി ഹില്ല് അല്ലെ. ഹൈറ്റ് ആയിക്കോട്ടെ. ഹൈറ്റ് ഓഫ് ദി ഹില്ല് സമം എത്രയാണ്,
69.2 പ്ലസ്. എടാ 69.2 കൂടെ എത്ര കൂട്ടണം? എടാ ഇവിടം മുതൽ ഇവിടം വരെയാണ് 69.2. ഈ ചങ്ങായിന്റെ ഉയരം ഇവിടെ ഉണ്ട്. എത്രയാണ്? 1.75. അപ്പൊ അത് എക്സ്ട്രാ കൂട്ടണം. എത്രയാണ്? 1.75 എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ഒരു ഉത്തരം 5. ഇത് എത്രയാണ്? 9. 10 ബാക്കി 1 എത്രയാണ്? 70. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടി ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. എത്രയാണ്? ഹൈറ്റ് ഓഫ് ദി ഹില്ല്, ഈ കാണുന്ന കുന്നിന്റെ ഉയരം എത്ര കിട്ടി? 70.95 കിട്ടി. സെറ്റാണോ? 70.95 കിട്ടി. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ വേറൊരു സാധനം കൂടി നമുക്ക് കാണാനുണ്ട്. എന്താണ് ആ സാധനം? എടാ എന്താ നമുക്കിനി കാണാനുള്ളത്? നമുക്കിനി കാണാനുള്ളത് എന്താ? ഇവിടെ ഒരു ടവർ ഉണ്ട്. ആ ടവർ നമ്മൾ വരച്ചിട്ടില്ല. ആ ടവറിന്റെ ഉയരം കൂടി കാണണം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ആ ടവർ ഒന്ന് വരക്കാൻ പോവാം. ഏതാണ് ആ ടവർ? ഇതാണ് ആ ടവർ എന്ന് വിചാരിച്ചോ. ഈ കാണുന്നതാണ് ടവർ. ടവറിന്റെ താഴത്താണ് ഇയാൾ നിൽക്കുന്നത്. ഇതാണ് ആ ടവർ എന്ന് വിചാരിച്ചോ. റെഡി അല്ലേ? ഇതാണ് ആ ടവർ എന്ന് നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് വിചാരിക്കാം. ഓക്കെ, ടവർ നമുക്കൊന്ന് ശരിയാക്കണം. ഓക്കെ, തൽക്കാലം ഇങ്ങനെ മതി അല്ലേ? ഇതാണ് ടവർ എന്ന് വിചാരിക്കുക. അല്ലേ വേണ്ട, പോട്ടെ. നമുക്ക് ആദ്യം ഒന്ന് സെറ്റപ്പ് ആയിട്ട് വരക്കാം. എന്താ അങ്ങനെ ഒരു ടവർ ഉണ്ട്. ഇപ്പൊ ഒന്ന് നേരാക്കാം. ഓക്കെ, ഇതാണ് ആ ടവർ എന്ന് വിചാരിച്ചോ. ഈ ടവറിന്റെ ഉയരമാണ് നമുക്ക് കാണേണ്ടത്. എടാ ഇവന് ഇനി ഈ ടവറിന്റെ മുകളിലേക്കാണ് കയറുന്നത്. ഇയാളുടെ ഹൈറ്റ് ഇവിടെ ഉണ്ട്. ഇവൻ ഇതിന്റെ ടവറിന്റെ മുകളിലേക്ക് കയറി, ടവറിന്മ നിന്നു. എന്നിട്ട് നമ്മൾ എത്ര ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത്? ടവറിന്റെ അവിടുന്ന് 50 ഡിഗ്രി മേൽക്കോണിലാണ്. അപ്പൊ ആദ്യം ഇവൻ എവിടെ നോക്കണം? ആദ്യം ഇവൻ സ്ട്രൈറ്റ് ഒന്ന് നോക്കണം. ശ്രദ്ധിച്ചോ, ആദ്യം ഇവൻ എവിടെ നോക്കണം? ആദ്യം ഇവൻ സ്ട്രൈറ്റ് നോക്കണം. എന്നിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഇവൻ സ്ട്രൈറ്റ് ഒന്ന് നോക്കി. സ്ട്രൈറ്റ് നോക്കി. ആദ്യം ഇവൻ സ്ട്രൈറ്റ് നോക്കി. ഇവിടുന്ന് പിന്നീട് ഇവൻ എവിടേക്കാ നോക്കുന്നത്? 50 ഡിഗ്രി മേൽക്കോണിലാണ്. 50 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ് ഇവൻ നോക്കുന്നത്. ഇതാ 50 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കാണ്. ആരിതാ? നമ്മുടെ ഇവൻ നോക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോ, 50 ഡിഗ്രി. ഇവിടെ ഇനി നോക്കണേ, ഇതാണ് എത്ര ഡിഗ്രി? ഇതാണ് എത്ര ഡിഗ്രി? ഇത് 50 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ ആണ്. ഞാൻ ചോദിക്കട്ടെടാ, ഇത് 40, ഇതൊക്കെ 40 ആണെങ്കിൽ ഇതും എത്ര മീറ്റർ ആയിരിക്കും? 40 മീറ്റർ ആയിരിക്കും. ഈ ടവറിന്റെ നീളം കിട്ടാൻ ഈ നീളമാണ് ടവറിന്റെ നീളം. ഏതാണ്? ഈ നീളമാണ് ടവറിന്റെ നീളം. അപ്പൊ അതിന് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ടോട്ടൽ നീളം നമുക്കറിയാം. ശ്രദ്ധിച്ചോ, ഇതിന്റെ ടോട്ടൽ നീളം നമുക്കറിയാം. എത്രയാണ്? 70.95. ഇതിന്റെ ടോട്ടൽ നീളം എത്രയാണ്? 70.95 ആണ്. ഈ ടോട്ടൽ നീളം 70.95. ഇതിൽ നിന്ന് ഈ ഭാഗം, ഈ കാണുന്ന ഇത്രയും ഭാഗം ഇങ്ങനെ കുറിച്ചു മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും? ടവറിന്റെ നീളം കിട്ടും. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, ഇത് ടോട്ടൽ എത്രയാണ്? 70.95. ഈ 70.95 ഈ വരയിൽ നിന്നും ഈ കാണുന്ന ഭാഗം ഇങ്ങോട്ട് മുറിച്ചു മാറ്റിയാൽ ബാക്കി കിട്ടുന്ന ഈ നീളം എന്തിന് തുല്യമായിരിക്കും? ടവറിന്റെ നീളത്തിന് തുല്യമായിരിക്കും. അതിനു വേണ്ടി ഞാൻ പേര് കൊടുക്കാണ്. ഇവിടെ P കൊടുത്തു, ഇവിടെ Q കൊടുത്തു, പേരങ്ങോട്ട് കൊടുത്തു. റെഡി? അപ്പൊ ഇനി നമുക്ക് AP കണ്ടാൽ മതി. ഇത് നമുക്ക് എന്ത് കണ്ടാൽ മതി? AP കണ്ടാൽ മതി. അതിനൊന്ന് നോക്കിക്കേ. AP കാണാൻ ഇവിടെ 50 ഡിഗ്രി ഉണ്ട്. അതിന്റെ എതിർവശമാണ് AP ആണ് നമുക്ക് കാണേണ്ടത്. ഇതിന്റെ അഡ്ജസെന്റ് സൈഡ് 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കാണണം. അഡ്ജസെന്റ് സൈഡ് നമ്മുടെ കയ്യിലുണ്ട്. 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കാണണം. അഡ്ജസെന്റ് സൈഡ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഏതാണ്? ടാൻ ആണ്. ഇപ്പുറത്താണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഇക്വേഷൻ ടാൻ 50 ഡിഗ്രി സമം ഏതാ? ടാൻ 50 ഡിഗ്രി. എതിർവശം ഏതാണ്? AP/40. ഇവിടെ നമുക്ക് AP ആണ് കിട്ടേണ്ടത്. AP സമം ടാൻ 50 × 40 സമം ടാൻ 50ന്റെ വാല്യൂ എത്രയാടാ? ടാൻ 50ന്റെ വാല്യൂ 40 × ടാൻ 50ന്റെ വാല്യൂ 1.91. 40 × 1.91 എത്ര കിട്ടുക നമുക്ക്? 47.6 കിട്ടി. എത്ര കിട്ടി? ഈ ഭാഗം, ഈ കാണുന്ന ഭാഗം മാത്രം നമുക്ക് എത്ര കിട്ടി? 47. എടാ ഒന്ന് ശ്രദ്ധിച്ചേതാ, ഈ കാണുന്ന ഭാഗം മാത്രം നമുക്ക് എത്ര കിട്ടിയത്? 47 എത്രയാണ്? 47.6 കിട്ടി. ഇനി ഒന്ന് പറഞ്ഞേ, എന്റെ മക്കളൊന്ന് പറഞ്ഞേ, ഇത് ടോട്ടൽ എത്രയാ? 70.95. ഈ കാണുന്ന ഭാഗം മാത്രം എത്രയാണ്? 47.6. അപ്പൊ ഈ ടോട്ടൽ ഉയരത്തിൽ നിന്ന് ഈ ഉയരം മാത്രം കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ടവറിന്റെ ഉയരമായിരിക്കും. അപ്പോഴാ നമ്മുടെ ഉത്തരം അവസാനത്തിലേക്ക് എത്താൻ പോവാണ്. H സമം, നമുക്ക് കാണേണ്ടത് ടവറിന്റെ H സമം ടവറിന്റെ ഉയരം സമം. ഇത് ടോട്ടൽ ഉയരം എത്രയാണ്? 70.95 ആണ്. അതിൽ നിന്ന് എത്ര കുറക്കണം?
അതിന് എത്ര കുറക്കണം? ഈ കാണുന്ന ഉയരമായ 47.60. 47.6 കുറക്കണം. 5 0 പോയ 5 ആണ്. 9 4 പോയ ബാക്കി എത്രയാണ്? 3 ആണ്. ഇവിടെ 10 ആണ്. ഇവിടെ 9 ആണ്. 10ൽ നിന്നും 7 പോയാൽ 3 ആണ്. 9ൽ നിന്നും 4 പോയാൽ ബാക്കി എത്ര ഉണ്ടാവുക? 9 4 പോയ ബാക്കി എത്രയാണ്? 5. 53.35. അപ്പൊ അതാ ഇത്രയും ഭാഗം അല്ലെ, ഇത്രയും ഭാഗത്തിന്റെ ഉയരം എത്ര കിട്ടും നമുക്ക്? 53.35 കിട്ടും. സെറ്റ് ആണോ? ക്ലിയർ ആണോ? റെഡി അല്ലേ? എടാ ഞാനൊന്ന് ഓടിച്ച് വേഗം പറയും. ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അയാൾ 40 മീറ്റർ അപ്പുറത്തുള്ള ഒരു കുന്ന്, ഒരു ഹില്ലിന്റെ ഉയരം കാണണം. അയാൾ ഇതിനെ നോക്കുന്നത് 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ്. ഇത് 60 ആണെങ്കിൽ ഇത് 30 ആണ്. ഇത് എത്രയാണ്? 90 ആണ്. അപ്പൊ 30:60:90. 1:√3:2. സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ ഇത് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 40 ആണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്ര കിട്ടും? 40√3. 40√3 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 69.2. അപ്പൊ ഈ കാണുന്ന നീളമാണ് 69.2. റെഡി? ഇനി ഈ ഉയരം കൂടി ഉണ്ട്. എത്ര? 1.75. അപ്പൊ 69.2 കൂടെ 1.75 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 70.95. ഇതാ ഈ കാണുന്ന ഉയരമാണെന്ത്? 70.95. അപ്പൊ കുന്നിന്റെ ഉയരം കിട്ടി. എത്രയാണ്? 70.95. സെറ്റ് അല്ലേ? അതേപോലെ നമ്മൾ ഈ ടവർ ഇങ്ങനെ വരച്ചു. ഇവിടെ അയാൾ എത്ര ഡിഗ്രിയിലാണ് നോക്കുന്നത്? 50 ഡിഗ്രിയിലാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ 50 ആണെങ്കിൽ tan 50 വെച്ച് നമ്മൾ tan 50 വെച്ച് ഈ കാണുന്നതിന്റെ ഉയരം കിട്ടി. അത് എത്രയാണ്? 47. ഇനി മക്കളൊന്ന് നോക്കിക്കേ, ഇത് ടോട്ടൽ 70.95 ആണ്. ഈ ഭാഗം മാത്രം 47.6 ആണ്. അപ്പൊ ഈ ഭാഗം മാത്രം കിട്ടണമെങ്കിൽ അത് രണ്ടും മൈനസ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എത്രയാണ്? 53.35 ആണ്. സെറ്റ് ആണോ? ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ മക്കളൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. റെഡി അല്ലേ? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഏറ്റവും സിമ്പിൾ അല്ല, നമ്മൾ ഇന്ന് ചെയ്യുന്നത് മുഴുവൻ A+ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് എന്റെ മക്കൾ ആ രീതിയിലുള്ള സീരിയസ്നെസ് തന്നെ ഇതിൽ കൊടുക്കണം. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. കൺസെപ്റ്റ് ഡീപ്പായി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. എടാ ഒന്ന് നോക്കിക്കേ, എന്താ ക്വസ്റ്റ്യൻ അല്ലേ? സാധാരണ ക്വസ്റ്റ്യൻ പോലെ അല്ല. A+ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വിയർക്കുന്നുണ്ട് അല്ലേ? ഒന്ന് നോക്കിക്കേ. എ മാൻ, നിങ്ങളും വിയർക്കുന്നുണ്ട്, ഞാനും വിയർക്കുന്നുണ്ട്. ഇല്ല, നിങ്ങൾ സെറ്റ് ആണെന്ന് എനിക്കറിയാം. എ മാൻ 1.7 മീറ്റർ ടോൾ. അപ്പൊ അയാളുടെ ഉയരം തന്നിട്ടുണ്ട്. എടാ ഒരു ചോദ്യത്തിൽ അയാളുടെ ഉയരം തന്നാൽ ഉയരം അവിടെ പരിഗണിക്കണം എന്നാണ്. ചില ചോദ്യത്തിൽ വെറും എ മാൻ, ഒരു മനുഷ്യൻ, ഒരു വ്യക്തിയെ തരുള്ളൂ. ഉയരം തന്നിട്ടില്ലെങ്കിൽ അത് പരിഗണിക്കേണ്ടതില്ല. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ നോക്കാണ്. എ മാൻ 1.7 മീറ്റർ ടോൾ stands 10 meter away from the foot of a tree. ഒരു മരം, ചെറിയ ചുമ വലിക്കുന്നുണ്ട്. ഒരു മരം, ഈ മരത്തിൽ നിന്ന് 10 മീറ്റർ മാറിയിട്ടാണ് ഈ മരത്തിൽ നിന്ന് 10 മീറ്റർ മാറിയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. ഈ വിരലാണ് ഒരാൾ, ഇതാണ് ഒരു മരം. ഇനിയോ, and he sees the top of the tree at an angle of elevation 40 degree. എടാ ഇയാള് ഈ മരത്തിന്റെ മുകളറ്റം ഒരു 40 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുന്നു. 40 ഡിഗ്രി മേൽക്കോണിൽ നോക്കുന്നു. ആംഗിൾ ഓഫ് എലിവേഷൻ. അങ്ങനെയെങ്കിൽ ഹൗ ടോൾ ഈസ് ദി ട്രീ? അങ്ങനെയാണെങ്കിൽ ആ മരത്തിന്റെ ഉയരം എത്രയാണെന്നാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? ചിത്രം വരക്കണം. അപ്പൊ ഒരു മനുഷ്യൻ, ഇവനാണ് ആ മനുഷ്യൻ എന്ന് വിചാരിച്ചു. ഇതാണ് ആ മനുഷ്യൻ. ഈ മനുഷ്യൻ 10 മീറ്റർ അപ്പുറത്തുള്ള ഒരു മരം, ഈ കാണുന്നതാണ് മരം. മക്കളെ, ഈ കാണുന്നതാണ് മരം. 10 മീറ്റർ അപ്പുറത്തുള്ള ഈ മരം എത്ര ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കി എന്നാ പറഞ്ഞത്? എത്ര ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കുന്നു എന്നാ പറഞ്ഞത്? എത്ര ഡിഗ്രി? 40 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ്. അപ്പൊ ഇവനാദ്യം സ്ട്രെയിറ്റ് നോക്കണം. സ്ട്രെയിറ്റ് നോക്കണം. ഇവനാദ്യം സ്ട്രെയിറ്റ് നോക്കിയിട്ടേ നമുക്ക് എന്തിലേക്ക് നോക്കാൻ പറ്റുള്ളൂ? മുകളിലേക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്ട്രെയിറ്റ് നോക്കി, എന്നിട്ട് ഇവൻ എവിടേക്ക് നോക്കി? മുകളിലേക്ക് നോക്കി. റെഡി? ചിത്രം ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം. ഒരു മനുഷ്യൻ, 10 മീറ്റർ അപ്പുറത്തുള്ള ഒരു മരം, 40 ഡിഗ്രി മേൽക്കോണിൽ നോക്കി. ഇനി ഇത് കൊടുക്കാണ്. നമ്മൾ ഇതിന് പേര് കൊടുക്കാം. ഓരോന്നിനും പേര് കൊടുക്കാണ് കേട്ടോ. നമ്മൾ ഓരോന്നിനും പേര് കൊടുക്കാണ്. ഇതിന് A, ഇതിന് B, C, D, E. പേരിലൊന്നും കാര്യമില്ല. പേരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇനി ഇവിടെ മുതൽ ഇവിടം വരെ ഡിസ്റ്റൻസ് 10 മീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 10 മീറ്റർ ആയിരിക്കും. ഇയാളുടെ ഹൈറ്റ് 1.7 ആണ്. അപ്പൊ ഈ ഹൈറ്റും എത്രയായിരിക്കും? 1.7. 1.7 എന്താണ്? മീറ്റർ ആണ് കേട്ടോ. 1.7 മീറ്റർ ആണ്.
നമുക്ക് കാണേണ്ടത് ഹൈറ്റ് ഓഫ് ദി ട്രീ ആണ്. എടാ മരത്തിന്റെ ഉയരം, ഈ കാണുന്നതാണ് എന്ത്, മരത്തിന്റെ ഉയരം. എടാ വേറൊരു സാധനം കൂടി നമ്മൾ വിട്ടുപോയി, ആംഗിൾ ഓഫ് എലിവേഷൻ. മേൽക്കോൺ എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രിയാണ്. ഇങ്ങനെ ഒരു ചിത്രം വരച്ചാൽ പകുതി ഉത്തരം ശരിയായി, ബാക്കി സുന്ദരമായിട്ട് കിട്ടും. ഇനി ഒന്ന് നോക്കിക്കേ, 40 ഡിഗ്രിയുടെ എതിർവശം കാണണം. എടാ ഇവിടം വരെയുള്ള ഹൈറ്റ് നമുക്കറിയാം, ഇനി ബാക്കിയുള്ള ഹൈറ്റ് കൂടി കിട്ടിയാൽ പോലെ. ഈ 40 ഡിഗ്രിയുടെ എതിർവശം നമുക്കറിയില്ല. അപ്പൊ എതിർവശം കാണണം, സമീപവശം അറിയാം. എതിർവശം കാണണം, സമീപവശം അറിയാം. ഓപ്പോസിറ്റ് സൈഡ് കണ്ടെത്തണം, അഡ്ജസന്റ് സൈഡ് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഏതായിരിക്കണം? ടാൻ ആയിരിക്കണം. ടാൻ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു എതിർവശം. എതിർവശത്തിന് നമുക്ക് എന്ത് കൊടുക്കാം? DC ബൈ സമീപവശം എത്രയാണ്? 10 ആണ്. എടാ എതിർവശം എത്രയാണ്? DC. സമീപവശം എത്രയാണ്? 10 ആണ്. അങ്ങനെയെങ്കിൽ ടാൻ 40ന്റെ വാല്യൂ എത്രയാണ്? മക്കളൊന്ന് പറഞ്ഞേ, ടാൻ 40ന്റെ വാല്യൂ. അതിനു മുമ്പ് നമുക്ക് കാണേണ്ടത് DC സമം 10 ഇൻറ്റു ടാൻ 40 ആണ് അല്ലെ. ക്രോസ് ആയിട്ട് ഗുണിക്കാം. DC സമം, ശ്രദ്ധിച്ചോ, DC സമം 10 ഇൻറ്റു ടാൻ 40ന്റെ വാല്യൂ എത്രയാണ്? 0.83 ആണ്. 10 ഇൻറ്റു 0.83 DC സമം എത്രയാണ്? 8.3 മീറ്റർ കിട്ടി. ഇപ്പൊ കിട്ടിയത് എന്താ? DC ആണ്. നമുക്ക് കാണേണ്ടത് മരത്തിന്റെ ഹൈറ്റ് ഏതാണ്? BD ആണ്. നമുക്ക് കാണേണ്ടത് എന്താണ്? ഹൈറ്റ് ഓഫ് ദി ട്രീ ആണ്. H is equal to എന്താ? ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഹൈറ്റ് എത്രയാണ്? 8.3 ആണ്. ഈ ഹൈറ്റ് എത്രയാണ്? 1.7 ആണ്. അപ്പൊ 8.3 പ്ലസ് 1.7 രണ്ടും കൂടി കൂട്ടണം. രണ്ടും കൂടി കൂട്ടിയാൽ 3ഉം 7ഉം 10 0 ബാക്കി 1 10. അപ്പൊ ഉത്തരം എത്ര കിട്ടി? 10. എത്ര കിട്ടി? 10. അപ്പൊ ഈ ട്രീയുടെ മരത്തിന്റെ ഉയരം മക്കളൊന്ന് പറഞ്ഞേ, എത്ര കിട്ടുക? 10 മീറ്റർ ആണ് കിട്ടുക. ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് A+ അങ്ങനെ എത്തിയിട്ടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഈ കൺസെപ്റ്റ് ക്ലിയർ ആയാലും മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. പറയേണ്ട ആവശ്യമില്ലല്ലോ, വളരെ എളുപ്പമാണ്. ഒരു മനുഷ്യൻ, അയാളുടെ ഹൈറ്റ് 1.7 ആണ്. അയാൾ 10 മീറ്റർ അപ്പുറത്തുള്ള ഒരു മരം 40 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ നോക്കുന്നു. അവിടെ നമ്മൾ 40 ആണ്, ഇത് 10 ആണ്, ഇത് 10 ആണ്, ഇത് 1.7 ആണ്, ഇതും എത്രയാണ്? 1.7 ആണ്. അങ്ങനെയെങ്കിൽ ഈ ഗ്യാപ്പ് മാത്രം കണ്ടാൽ മതി, ഈ ഹൈറ്റ് മാത്രം. അപ്പൊ ടാൻ 40 എടുത്ത് ചെയ്തു, 8.3 മീറ്റർ കിട്ടി. ഇതാ ഈ കാണുന്ന നീളം. നമുക്ക് ഈ കാണുന്ന നീളം മാത്രം കിട്ടിയാൽ മതിയോ? പോരാ, ഇത് മൊത്തം കിട്ടണം. അപ്പൊ ഇത് 1.7 ആണ്, ഇത് 8.3 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 10 മീറ്റർ. അങ്ങനെയെങ്കിൽ ദി ഹൈറ്റ് ഓഫ് ദി ട്രീ ഈസ് 10 മീറ്റർ. മരത്തിന്റെ ഉയരം 10 മീറ്റർ ആണ്. സെറ്റ് ആണോ? ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനൊരു ക്വസ്റ്റ്യൻ ഇതാ. 1.7 മീറ്റർ നീളം തന്നെയാണ്, 10 മീറ്റർ അപ്പുറത്ത് തന്നെയാണ് അയാൾ നിൽക്കുന്നത്. ബട്ട് അയാൾ നോക്കുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ 50 ഡിഗ്രി നാട്ടോ. ഇത് 500 അല്ല, ഇത് എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രിയാണ്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഐ എം ബാഡ്. 1.7 സെയിം സാധനം തന്നെ. ഒന്ന് നോക്കിക്കേ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ഈ 40 ഡിഗ്രിക്ക് പകരം എത്ര വന്നു? 50 ഡിഗ്രി വന്നു എന്നാണ്. അപ്പൊ എന്റെ മക്കള് ഈ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോന്റെ കൂടെ തന്നെ ഈ ക്വസ്റ്റ്യൻ, ഈ ചിത്രമൊക്കെ നോക്കിയിട്ട് സെറ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കുക. 1.7 മീറ്റർ നീളമുള്ള ഒരാൾ 10 മീറ്റർ അകലെയുള്ള ഒരു മരം, ടോപ്പ് ഓഫ് ദി ട്രീ അറ്റ് ആംഗിൾ ഓഫ് എലിവേഷൻ 50 ഡിഗ്രി. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ട്രീ? അങ്ങനെയാണെങ്കിൽ ആ മരത്തിന്റെ ഉയരം എത്രയാണ്? ചോദ്യം ക്ലിയർ അല്ലേ? നേരത്തെ ചെയ്ത സെയിം സാധനം അവിടെ 40 ഡിഗ്രിക്ക് പകരം ഇവിടെ എത്ര ഡിഗ്രി വന്നു? 50 ഡിഗ്രി വന്നു. ക്ലിയർ അല്ലേ? അപ്പൊ എന്റെ മക്കൾ, നമ്മൾ ഇന്ന് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ A+ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. 3 എണ്ണം ചെയ്തു, 1 നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തന്നു. അപ്പൊ ഈ 4 ക്വസ്റ്റ്യനും എന്റെ മക്കൾ സെറ്റായി വീട്ടിൽ 2-3 തവണ ഇരുന്ന് ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്ത് സെറ്റായിട്ട് പോവാം. ഈ ടൈപ്പ് ചോദ്യമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇന്നേ വരെ പ്രിന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പഠിച്ചോ, സെറ്റായിട്ട് പോയിക്കോ. ചോദ്യം കിട്ടും, 5 മാർക്ക് കിട്ടും, ഷുവറാണ്. എടാ നിങ്ങൾക്ക് വേണ്ട വാല്യൂസ്, ടാന്, സൈന്, കോസിന്റെ ഒക്കെ വാല്യൂസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, മൊത്തം കാണാതെ പഠിച്ചു പോകരുത്. പക്ഷേ 30, 60, 90, 45 ഇതിന്റെ വാല്യൂസ് തരില്ല. അതിന് നമ്മൾ ട്രിഗണോമെട്രിയിലെ റേഷ്യോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 30, 60, 90, 45, 45, 90 അല്ലെ. 1:1 √2, 1:3 2.
ഇതെങ്ങനെയാണ് കിട്ടിയത് എന്ന് ഈ ട്രിഗണോമെട്രിയുടെ തന്നെ നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിൽ പാർട്ട് 1 കിടക്കുന്നുണ്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും സംശയമുള്ളവർ അത് പോയി കാണുക. അപ്പൊ നിർബന്ധമായിട്ട് നമ്മൾ ട്രിഗണോമെട്രിയുടെ 2ാമത്തെ സെറ്റാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യത്തേത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നെങ്കിൽ, ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിരുന്നതെങ്കിൽ, ഇപ്രാവശ്യം ചെയ്തത് നമ്മൾ A+ ക്വസ്റ്റ്യൻ ആണ്. കുറെ കുട്ടികൾ A+ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഒരു 3 എണ്ണം ചെയ്തത്. അപ്പൊ എൻ്റെ മക്കൾ പരീക്ഷയ്ക്ക് സെറ്റായി പഠിച്ചു പോവുക. ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ക്ലാസ് ഗ്രൂപ്പിലേക്കും സ്കൂൾ ഗ്രൂപ്പിലേക്കും ട്യൂഷൻ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും പഠിച്ച് മിടുക്കരാവട്ടെ. അപ്പൊ നിങ്ങൾ അല്ലെ സാധാരണ താങ്ക് യു എന്ന് വെക്കുന്നതിന് പകരം റൈറ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. A+ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ അങ്ങോട്ട് സെറ്റ് ആവണമെന്നില്ല. പക്ഷേ നിങ്ങൾ 1, 2 വട്ടം 3 വട്ടമൊക്കെ റിപ്പീറ്റ് ചെയ്താൽ ഏത് ക്വസ്റ്റ്യനും എളുപ്പമാകും. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോസിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.